قدرت أن تمسي وأن تصبح وليس في قلبك غش لأحد فافعل وذاك سنتي. മോനെ, എനിക്കൊരു സംസ്കാരമുണ്ട്. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി 8ാമത്തെ വയസ്സിൽ ഈ മോന്റെ പ്രായത്തില്, അതല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളുടെ പ്രായത്തില് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഉമ്മ കൊണ്ടുവന്നപ്പോ അനസ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞത്, മോനെ അനസേ, അസ്ബിഗിൽ വുദൂഅ, വുദൂ എടുക്കുമ്പോ പരിപൂർണമായി വുദൂ എടുക്കണം കേട്ടോ. യസ്ദ് ഫീ ഉംരിക, അത് നിനക്ക് ആയുർദൈർഘ്യം ഉണ്ടാവാൻ കാരണമാണ്. അതോടുകൂടെ മോനെ, ഇൻ ഖദ്ദർത, നിനക്ക് കഴിയുമോ, അൻ തുസ്ബിഹ വ അൻ തുസ്ബിഹ, നേരം പുലരുന്നു വൈകുന്നേരമാകുന്നു, ദിനരാത്രങ്ങൾ കഴിയുമ്പോ ഒരാളോടും വെറുപ്പില്ലാതെ, ഖൽബിലൊരാളോടും വെറുക്കാതെ, വീട്ടുകാരോടാവട്ടെ കുടുംബത്തവരോടാവട്ടെ എല്ലാരോടും ആരും നമ്മളെ വാക്ക് കാരണം മനസ്സ് വിഷമിക്കാത്ത കോലത്തില് ആകാൻ കഴിയോ? അതെന്റെ സംസ്കാരം. ഹബീബാ നബി തങ്ങൾ അങ്ങനെയാണ്. ഉപ്പയും ഉമ്മയുണ്ടോ, ഓല് നമ്മൾ കാരണം വിഷമിക്കരുത്. നമ്മൾ കാരണം ഓരോ കണ്ണെന്നൊരിത്തിരി കണ്ണുനീര് വീണണെങ്കിൽ ദുന്യാവെന്ന് പിന്നെ കഴിച്ചിലാവൂല. നല്ല ശ്രദ്ധിക്കണം. വല്ലതും സംഭവിച്ചു പോയി ഒരു മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖബറുകൾ പോയി ഒരിക്കൽ പോണ്ടി പൊറുക്കലിനെ ചോദിക്കാം. ഒരിക്കലും രക്ഷപ്പെടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരോടുള്ള ബാധ്യത അത്ര വലിയ കടപ്പാടാണ്. ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പുനഃസ്ഥാപിക്കാം. കാരണം നമ്മൾ ദ്വാരക്കുമ്പോ എന്താ പറയല്? അള്ളാഹ് ദ്വാരക്കാൻ പറഞ്ഞു നമ്മളോട്, എന്ത്, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചോനെ, ഒരു മുഅ്മിനിനോടും നിന്റെ ഖൽബില് വെറുപ്പ് തരരുത് കേട്ടോ. എന്താ നമ്മൾ ഒരാളോട് വെറുപ്പ്? ഞാൻ ഒരാൾ തെറ്റി നിൽക്കുക. എന്തിനാ തെറ്റിയത്? വാപ്പാന്റെ മുതൽ ഒരിച്ചപ്പോ ഓൻ മുന്നെടുത്തു എനിക്ക് ബേക്കാ തന്നത്. അങ്ങനെ പല കാരണങ്ങൾ മുതലിന്റെ വിഷയത്തില്, അതല്ലെങ്കിൽ എന്റെ വണ്ടീന്റെ പിന്നിൽ കൊടുത്തിട്ട് ഓനാൾ കുത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുന്യാവിന്റെ പ്രശ്നത്തിൽ ഞാൻ ഒരാൾ തെറ്റി നിൽക്കുക. 3 ദിവസം വരെ റെഡി. 3ാമത്തെ ദിവസം കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന് ഒരു തെറ്റായിട്ടാണ് അത് എഴുതുക. അപ്പൊ ഒരാളോട് ഒരു ദിവസം തെറ്റുന്ന 84,000 ദോഷം ഇവിടെ കയറി. 10 ദിവസമാകുമ്പോ 8,40,000 കുറ്റം പറഞ്ഞുണ്ടാവും. 100 ദിവസത്തിനാകുമ്പോ 80,40,000 ദോഷം പറഞ്ഞു. ഒരാളോട് തെറ്റാറിന ചില്ലറല്ല. ഈ ദുന്യാവിലെ ഏറ്റവും വലിയ പൊട്ടത്തരാണ് ഏത്? ഒരു മനുഷ്യനോട് തെറ്റുക എന്നുള്ളത്. അത് എന്തിന്റെ പേരിലാണെങ്കിൽ ബിദ്അത്ത് ഫിസ്കല്ല ഞാൻ പറഞ്ഞത്. ദീനിന്റെ വിഷയമല്ല. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, അതല്ല. സാധാരണഗതിയിൽ ദുന്യാവിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കമ്മിറ്റി യോഗത്തിൽ ഒന്നെ എതിർത്തു, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഒന്നെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതി ഉണ്ടായി, ഒന്നും തെറ്റാള മാർഗമല്ല. ഒരാളോടും പിണക്കം പാടില്ല. പിണക്കണ്ടോ അള്ളാഹ് ഇബാദത്ത് സ്വീകരിക്കൂല, ഖൽബിൽ സ്വീകരിക്കൂല. വെറുതെ നൂലും പോലിക്കുക, വെറുതെ എത്തിക്കാഫിരിക്കുക, വെറുതെ തറാവിക്ക. അപ്പൊ എന്താന്ന് പറഞ്ഞാല് അത്തരം കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് നമ്മോട് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരോടും അങ്ങോട്ട് ബന്ധം പുനഃസ്ഥാപിക്കാം. മീസാന് എന്ന തുലാസുണ്ട്. അത് നമ്മളീ മത്തി തൂക്കിയ പഴയ ഞെണിങ്ങിയ തുലാസല്ല. അല്ലെങ്കിൽ വായക്കൊല തുലാസിന് ആ ഉന്തണ തുലാസ് ഉണ്ടല്ലോ, വലിയ സംഗതി, കിൻഡൽ തുലാസ്, അതുമല്ല. പിന്നെ അതൊരു തുലാസാണ്. ഈസാ നബി ആ തുലാസ് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് കാണിച്ചു കൊടുത്തപ്പോ ബോധം കിട്ടൂന്നാണ്. അപ്പൊ എന്താ ബോധം കെടാൻ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞത്, ഈ പ്രപഞ്ചം മുഴുവനും ഇതല്ല, ഈ ഭൂമിയല്ല, പ്രപഞ്ചം 1,00,000 ട്രില്യൺ കോടി ഗ്രഹങ്ങൾ, 1.23 പൂജ്യം, അത്രയും ഗ്രഹങ്ങളും സംഗതികളൊക്കെ ഉള്ള ഈ പ്രപഞ്ചം മീസാന് പറഞ്ഞ തുലാസിലിട്ടാലേ വലിയൊരു ചെമ്പിൽ ചെറിയൊരു 25 സട്ട പോലെ അത്ര പോകുന്ന തട്ടാപ്പ നമുക്ക് നറക്കാനുള്ളത്. നോക്കണം, ഞാൻ കേൾക്കണോ? അത്ര വലിയ തട്ടില് കൊള്ളായിട്ട് മാറ്റി വെക്കണ 3 അമലുണ്ട്. തൂക്കാൻ കയ്യായിട്ടല്ല, തൂക്കാൻ കൊള്ളായിട്ട് മാറ്റി വെക്കണ 3 അമല്.
ഒന്നേതാ നിങ്ങള് ഇങ്ങോട്ട് തെറ്റിയവരോട് അങ്ങോട്ട് പോയി മുണ്ടുക. കുറച്ച് പുളിച്ചും വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാദു ഹദ്ദ. ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഏത് ആരോടെങ്കിലും തെറ്റിക്കണമെങ്കിൽ കഅന്നഹു വലിയുൻ ഹമീൻ, സ്വന്താണെന്നുള്ള നിലക്ക് നീ കൂത്തുപിടിച്ച് നടന്നോന്ന് പറഞ്ഞത്. പക്ഷെ അത് കുറച്ച് ക്ഷമയുള്ള ആൾക്കാർക്ക് അത് കഴിയുള്ളൂ എന്നാണ്. ക്ഷമയുള്ള ആൾക്കാർക്ക് അത് കഴിയുള്ളൂ എന്നാണ്. ഏറ്റവും വലിയ ശക്തിയുള്ള ആളാരാ? ഏറ്റവും വലിയ ശക്തിയുള്ള ആള് ലൈസ ശദീദു ബിസ്സുറഅ, ബോക്സിംഗിൽ തള്ളി ഇടുന്ന ആളല്ല. പിന്നെ ഏറ്റവും വലിയ ശക്തിയുള്ള ആള് മയ്യംലികു നഫ്സഹു ഇൻദൽ ഗളബി എന്നാണ്. ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് സംയമനം പാലിച്ച് സാരല്ല, ബന്ധം ഇങ്ങോട്ട് വെച്ചോദിച്ചവരോട് അങ്ങോട്ട് ബന്ധം പുനഃസ്ഥാപിക്കുക. വൻ ഹറമനി, ഇന്നാള് പൈസ വെച്ചിട്ട് ഓൻ തന്നിട്ടില്ല, അപ്പൊ അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ട് തന്നിട്ടില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കുക. അതാ വേണ്ടത്, അങ്ങോട്ട് കൊടുക്കുക. അതുപോലെ വാൻ അഫു അമ്മലമിന്, ആക്രമിച്ചോ മാപ്പ് കൊടുക്കുക. ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണം എന്താ? ഹസനുൽ ബസ്രി തങ്ങൾ എന്താ പറഞ്ഞറിയോ? നല്ല മനുഷ്യന്റെ ലക്ഷണം അങ്ങോട്ട് ചെയ്ത ഗുണം മറക്കുക. നമ്മളൊരാൾക്കൊരു ഗുണം ചെയ്തിരുന്നു, അയാൾ നമുക്കെതിരെ ഇപ്പോൾ ഇലക്ഷനിൽ കാണി അയാളെ എതിരെ വോട്ട് ചെയ്തു, അതിൽ വേറെ എന്തെങ്കിലും നമുക്കെതിരെ ചെയ്താൽ കുറച്ചോനെ ഞാൻ നാളെ പൈസ കൊടുത്തിട്ടും ഓൻ അങ്ങനെയാണല്ലോ, അത് ചിന്തിക്കാതെ അങ്ങോട്ട് കൊടുത്ത ഗുണം മറക്കുക, ഇങ്ങോട്ട് ചെയ്ത ഗുണം ഓർക്കുക. അങ്ങോട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും വിഷമം വന്നോ അത് ഓർക്കുക, ഇങ്ങോട്ട് എന്തെങ്കിലും വിഷമം വന്നോ അത് മറക്കുക. ഇതാ നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാകുക. നമ്മള് ഒരാൾക്കൊരു ഗുണം ചെയ്ത് നമുക്ക് എന്തെങ്കിലും എതിരിതാൽ ആടാ നമുക്ക് തന്നെ വെച്ച് പാര ചെയ്തല്ലേ, അങ്ങോട്ട് പോകാൻ എത്ര ഞാൻ സഹായിച്ചു ചേട്ടാ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് അത് പ്രചരിപ്പിക്കുന്ന മജ്ലിസിൽ ഒരാളിരുന്നു. ആരായിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് കൊടുക്കണ ഒരാളുണ്ട്. അയാൾ ഇരുന്നപ്പോ ഓന് ചോറില്ല എന്റെ മകക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കണ ആൾക്കാരെ കൂട്ടത്തിലോ കണ്ടല്ലോ, അതുകൊണ്ട് ഓനും ചെലവില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു. അയാൾ ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോ ഇറക്കി വിട്ടപ്പോ അല്ലാഹു തആല ആയത്തിറക്കി, ഉലുൽ ഫളിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും അങ്ങനെ വന്നിക്കണമെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കുക, തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണ് സൂറത്ത് നൂറിൽ അള്ളാഹു ആയത്തിറക്കിയിട്ട് സിദ്ദീഖ് അള്ളാഹു പറഞ്ഞു. അവ കരഞ്ഞുകൊണ്ട് പറ്റിപ്പോയതാണ്, മാപ്പ് ചോദിച്ച സംഭവം വരെ ചരിത്രത്തിലുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാല് പല ആളുകളിൽ നിന്നും പല സമീപനങ്ങളിൽ എന്തെങ്കിലും വിഷമം വന്നുണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. ഈ ദുന്യാവില് റബ്ബ് വരക്കും നമ്മൾ നടക്കും എന്ന് പറഞ്ഞ പോലെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. ആലോചിച്ചാൽ അന്തോല്ല, ആലോചിച്ചിട്ടില്ല കുന്തോല്ല എന്നില്ല കമ്മാരിയൊക്കെ. അപ്പൊ അതേപോലെ എന്താണ് ആ ഒരു സംഗതി അതുണ്ടാവുക എന്നുള്ളതാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്.